ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ടർബോ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം, അതായത് നല്ലൊരു പക്ക ആക്ഷൻ എന്റർടൈനർ ആയിട്ടുള്ള മമ്മൂട്ടി ചിത്രം ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഷോ കാണണമെന്ന് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകൾ വന്ന കാരണം ഇന്ന് ടർബോ കാണാൻ പറ്റിയില്ല. ഞാനിന്ന് ഫസ്റ്റ് ഷോയ്ക്കാണ് പോണത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ പടം കാണുന്നുണ്ടാവും, പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. വരുന്ന റിപ്പോർട്ടുകൾ ഗംഭീര റിപ്പോർട്ടുകൾ എന്നാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് റിസൾട്ടും സെക്കൻഡ് ഹാഫ് എക്സ്ട്രാ ഓർഡിനറി സെക്കൻഡ് ഹാഫ് എന്നാണ് പറയുന്നത്. ശരിക്കും സിനിമ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫ് ആവറേജ് വന്ന പടമായിരിക്കും. ഫസ്റ്റ് ഹാഫ് ആവറേജ് വന്നിട്ട് സെക്കൻഡ് ഹാഫ് ഗംഭീരമായ പടം കയറി കൊളുത്തും. അതാണ് ശരിക്കും വരിക. എല്ലാവരും പറയണത് മമ്മൂക്കാടെ കരിയറിലെ ശരിക്കുള്ള 100 കോടി ക്ലബ്ബ് സിനിമ ടർബോ ആവുമെന്നാണ് പറയണത്. ക്ലൈമാക്സ് ഒക്കെ കൊല്ലത്തൂക്ക് ഫൈറ്റ് എന്നാണ് പറയണത്. ശരിക്കും ടർബോ ആക്ഷനിൽ അല്ലെങ്കിൽ ടർബോ പവറിൽ മമ്മൂക്ക സ്ക്രീനിൽ പൂണ്ട് വിളയാടിണ്ടെന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ നാളായി മമ്മൂട്ടി ഫാൻസുകാർ ആഗ്രഹിക്കുന്നു ഇങ്ങനെ മമ്മൂക്കാനെ കാണാനെന്ന്. ആ ലെവലില് ശരിക്കും വൈശാഖ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈശാഖിന്റെ മേക്കിങ്ങിന് എങ്ങനെയാണ്. വൈശാഖ് പക്ക മാസീവ് ഷോർട്സുകളൊക്കെ വേറെ ലെവലിലാക്കി എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ട് പറയണതല്ല, പൊതുവെ നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സർക്കിളിലുള്ള ആൾക്കാരുകളും പബ്ലിക് ഒപ്പീനിയൻസും സിനിമകൾ കണ്ടിട്ട് അവർ പറയുന്ന ഒരു വിലയിരുത്തലുണ്ടല്ലോ, അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. എക്സാക്ട്ലി അതുപോലെ തന്നെ വരും തന്നെയാണ് നമ്മളും ഊഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തായാലും പടം ഇനി കാണാൻ പോകുന്നുണ്ട്, പടം കാണാൻ പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ടർബോ എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമുണ്ടാവില്ലെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും മമ്മൂട്ടി ഫാൻസിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പടമായിട്ട് വൈശാഖ് കൊടുത്തിട്ടുണ്ട് ടർബോ എന്നുള്ളത്. എന്തായാലും ടർബോ എന്ന് പറയുന്ന ഈ സിനിമ ശരിക്കുള്ള ഒരു 100 കോടി സിനിമയായിട്ട് വരുന്നതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം അത്രമാത്രം കളക്ഷൻസ് ഈ സിനിമയ്ക്ക് പ്രീ സെയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ആഫ്റ്റർ റിലീസ് ഈ സിനിമ നല്ല കളക്ഷനിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. മഴയൊന്നും ആയിട്ടൊന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഗുരുവായൂർ അമ്പലനടയിലേക്ക് ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അതേപോലെ ടർബോയ്ക്ക് ഇപ്പോൾ എല്ലായിടത്തും ഫുള്ളാണ്. മഴ നല്ല കുത്തിച്ചൊലിച്ച് പെയ്യണൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. സിനിമാ തിയേറ്ററിലേക്ക് വരേണ്ട ഒരു നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. സോ ടർബോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് വീഡിയോന്റെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര മാർക്ക് 5 കൊടുക്കും എന്നുള്ളത് അതും കമന്റ് ചെയ്യുക. എന്തായാലും ടർബോ സിനിമ കണ്ടിട്ടതിന് ശേഷം ഞാൻ എന്തായാലും ഒരു വീഡിയോ വേറെ ഇടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.